കൊടുക്കുകയാണ്. ഇനി സുഹൃത്തുക്കളെ, പേരോട് ന്യായീകരിച്ച മറ്റൊന്ന്, സുലൈമാൻ സഖാഫി എന്ന് പറയുന്ന പേരോടിന്റെ ഒരു സഹയാത്രികൻ, ഒരു ഖുബൂരി, പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിന്റെ അർത്ഥം തന്നെ തിരുത്തി. അത് പേരോട് ന്യായീകരിച്ച് നിങ്ങളൊന്ന് കേട്ടോളി. സുലൈമാൻ സഖാഫിയുടെ എനിക്ക് എല്ലാവരും മനസ്സിലാക്കുന്നത് ഞാൻ പറയുന്നു. അപ്പൊ 151, 150 അർത്ഥവും വാചകവും ശരി, 35 അർത്ഥം ശരി, വാചകത്തിൽ ഒരു വാചകം അച്ചടിയിൽ വിട്ടുപോയി. അച്ചടി സ്വാഭാവികമാണ്. എന്നാൽ അതിനിപ്പുറത്ത് വേറൊരു സ്ഥലത്ത് അച്ചടിയിൽ തെറ്റ് വന്നത് എന്താണ്? റസൂലു എന്ന സ്ഥലത്ത് റസൂലാന്നായി. അതേ ബുക്ക് തന്നെ അച്ചടി പെശകാണ്. റസൂലാന്നായി. അവിടെ അർത്ഥത്തിലും അച്ചടി പെശക് സംഭവിച്ചിട്ടുണ്ട്. റസൂലു എന്നത് റസൂല, ചെറിയ ലമ്മാകുമ്പോ കുളത്തുകൂടി കൂടുതൽ എന്താപ്പോ അല്ലേ? സംഗതി എന്താ നിങ്ങള്? ഇതൊക്കെ ഞങ്ങൾ പിടികൂടി. ഇത് ഇസ്ലാഹ് മാസികയാണ്, 2005 ജനുവരി. ഇതാ മുസ്ലിയാക്കന്മാർ വിശുദ്ധ ഖുർആനിനെതിരെ വലൗ അന്നഹും യസ്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു എന്ന് ഖുർആനിൽ എന്താക്കി? റസൂല എന്നാക്കി. ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. എന്താ അർത്ഥം കൊടുത്തത്? നിശ്ചയം ശരീരങ്ങളോട് അക്രമം കാണിച്ചവർ തങ്ങളെ സമീപിച്ച് അള്ളാഹുവോടും റസൂലിനോടും പാപമോചനം തേടിയാൽ തൗബ സ്വീകരിക്കുന്നവനായും കരുണ ചെയ്യുന്നവനായും അള്ളാഹുവിനെ വർത്തിക്കും. അപ്പൊ അള്ളാഹിനോട് മാത്രം പൊറുക്കലിനെ തേടിയാൽ പോരാ, റസൂലിനോട് കൂടി തേടണം. സംഗതി എന്താ? ഇന്നലെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം, റസൂലും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. അപ്പൊ തേടുന്ന വായിൽ റസൂലാണ്, പക്ഷേ റസൂലിനെ മഫ്ഊലാക്കി റസൂലിനോട് തേടണമെന്നാക്കി. എന്നാലല്ലേ ഇവിടെ ഈ ശിർക്ക് നിലനിൽക്കുള്ളൂ. അതിനുവേണ്ടി ആയത്ത് തിരുത്തി. 1ഉം 2ഉം പതിപ്പിൽ അർത്ഥം മാത്രം തിരുത്തി, ആയത്തിന് ഹർക്കത്ത് ഇട്ടിരുന്നില്ല, അതുകൊണ്ട് തിരിഞ്ഞില്ല. 3ആം പതിപ്പിൽ ഹർക്കത്ത് ഇട്ടു. അപ്പൊ ഞങ്ങളത് പിടികൂടി അത് പുറത്തു കൊണ്ടുവന്നുകൊണ്ട് മാത്രമല്ല, ഈ വിഷയത്തിൽ സുന്നി പണ്ഡിതന്മാരെ വരെ ഞങ്ങൾ സമീപിച്ചു. അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി, ഹസൻ സഖാഫി പൂക്കോട്ടൂർ, ജലീൽ സഖാഫി പുല്ലാര, മുസ്തഫൽ ഫൈസി, ഇവർ വരെ പറഞ്ഞു ഇത് തട്ടിപ്പാണ്, തവസ്സുലിനെ ന്യായീകരിക്കാൻ ഇങ്ങനെ ആയത്ത് തിരുത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ ഫെബ്രുവരിലക്കം പുറത്തിറങ്ങിയപ്പോൾ അവസാനം ഇതാ ഒടുവിൽ ഇസ്ലാഹിന് മുമ്പിൽ സഖാഫി കീഴടങ്ങി. 2005 മാർച്ചിൽ സഖാഫിയെ പിടികൂടി ഞങ്ങൾ തിരിച്ചിട്ടിച്ചു എന്ന് മാത്രമല്ല, സുന്നത്ത് ജമാഅത്ത് അറിയിപ്പ്, IPBയുടെ സുന്നത്ത് ജമാഅത്ത് എന്ന പുസ്തകത്തെ കരുവാക്കി ശത്രുക്കൾ കുപ്രചാരണങ്ങൾ അയച്ചുവിടുന്നതായി അറിയുന്നു. കണ്ടോ? അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം റസൂലിനോട് ചോദിച്ചതാണ്. ശുദ്ധ ശിർക്കിന് ന്യായീകരണം ഉണ്ടാക്കിയതാ. എന്നിട്ട് അതിന് പേരെന്താ? കുപ്രചരണം. മഹാത്മാക്കളോട് സഹായാർത്ഥന നടത്തുന്നതിന് തെളിവുണ്ടാക്കാൻ ആയത്തിൽ തിരിമറി നടത്തിയെന്നാണ് ആരോപണം. പ്രതിയോഗികൾ പ്രചാരണായുധമാക്കിയ ഖുർആൻ വാക്യം ഈ പുസ്തകത്തിൽ 1ലധികം സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ അനുസരിച്ചാണ് അവിടെയെല്ലാം അർത്ഥം നൽകിയത്. തവസ്സുൽ എന്ന അധ്യായത്തിൽ നൽകിയ അർത്ഥവും ആശയപരമായി തെറ്റല്ല, ന്യായീകരിക്കാണ്. ഇതിലൊരു പുസ്തകം തന്നെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ഷാഫി സലാഹി ചങ്ങലീരി ഇറക്കിയ പുസ്തകമാണിത്. സഖാഫിയുടെ ഖുർആൻ തിരിമറി, ന്യായീകരണങ്ങളും വസ്തുതയും. നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. എത്ര രൂപ വില? 10 രൂപക്ക് കിട്ടുന്ന പുസ്തകമാണ്. നിങ്ങൾ വാങ്ങി വായിക്കണത്. വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട്. എന്നിട്ട് ഈ നുണയനെ ന്യായീകരിക്കാൻ പേരോട് ഇവിടുന്ന് എന്താ പറഞ്ഞത്? അർത്ഥത്തിലും ചെറിയൊരു അച്ചടിപ്പിശക് പറ്റി. അർത്ഥത്തിലെങ്ങനെ അച്ചടിപ്പിശക്? റസൂൽ പാപമോചനം തേടി എന്ന് പറയുന്നതും റസൂലിനോട് പാപമോചനം തേടി അച്ചടിപ്പിശകാണ്. അപ്പൊ ന്യായീകരണത്തിന്റെ തരംത എന്ന മുഖമാണ് സുഹൃത്തുക്കളെ. ഇതാ പുതിയ പതിപ്പിൽ 4ആം പതിപ്പ് ഇറങ്ങിയപ്പോ 6ആം പതിപ്പിൽ 4ആം പതിപ്പിന്റെ ആമുഖം എന്നതിൽ പറയുന്നുണ്ടോ? തവസ്സുൽ എന്ന അധ്യായത്തിൽ ആയത്ത് നൽകിയ അർത്ഥം ആശയപരമായി ശരിയാണ്. വിധേയകൾക്ക് കൂടി സ്വീകാര്യനായ ഇബ്നു കസീറിന്റെ തഫ്സീറിൽ വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിച്ച് ആവലാതി ബോധിപ്പിച്ച വ്യക്തിയുടെ ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. നബിയോട് തെറ്റ് ചെയ്തവർ നബിയോട് പൊറുക്കാൻ ആവശ്യപ്പെട്ട ശേഷം അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണമെന്ന് പറയുന്നതിൽ എവിടെയാണ് അബദ്ധം? ഇബ്നു കസീർ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. തെറ്റു ചെയ്തവരൊക്കെ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് കുമ്പസാരം നടത്തണമെന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അല്ല, ഒരൊറ്റ മുഫസ്സിറും പറഞ്ഞിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു, പേരോട്ട് തെളിയിക്കാൻ സാധിക്കോ? വലൗ അന്നഹും യസ്ലമു അൻഫുസഹും ജാഊക എന്ന ആയത്തിൽ റസൂലിനോട് പാപമോചനം തേടണമെന്ന് അല്ലാമ ഇബ്നു കസീർ അല്ല, ഏതെങ്കിലും ഒരു മുഫസ്സിർ പറഞ്ഞത് ധൈര്യമുണ്ടെങ്കിൽ പേരോട് തെളിയിക്കട്ടെ.